എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കിരണിനെയും കല്യാണിയും തകർക്കാൻ വേണ്ടി ക്രിസ്റ്റീന എത്തുവാണ്. അപ്പൊ ക്രിസ്റ്റീന വന്നു കഴിഞ്ഞപ്പം മനോഹറും ക്രിസ്റ്റീനും തമ്മിൽ കാണുകയും അവര് തമ്മില് ഒരു കരാർ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനോഹർ ക്രിസ്റ്റീനോട് പറഞ്ഞു, എങ്ങനെ ഏത് പ്രകാരവും നീ കിരണയും കല്യാണം തമ്മിൽ അകറ്റുവാണേ നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ തരാന്നൊക്കെ ഓഫറും ചെയ്തു. രാഹുൽ ഓൾറെഡി കിരണിനെയും കല്യാണം തമ്മിൽ അകറ്റാൻ വേണ്ടി ക്രിസ്റ്റീനെ കൊണ്ടുവന്നാണ്. പക്ഷെ അതത്ര എളുപ്പമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലെന്ന് മനോഹർ പറഞ്ഞു കൊടുത്തു. പക്ഷെ നിന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നീ ചെയ്യുക, എന്റെ ശത്രുക്കളാണ് അവരെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്താണ് ക്രിസ്റ്റീന പോകുന്നത്. ഈ സമയം വിക്രം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വിക്രം പിന്നീട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രകാശനോടെ ഉണ്ടായിരുന്നു. പ്രകാശനോട് കാര്യങ്ങളൊക്കെ പറയാണ്, കൺസ്ട്രക്ഷൻ കമ്പനി ലേലത്തിൽ പിടിച്ച കാര്യങ്ങളൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു, കൊള്ളാലോടാ മോനെ, എന്താണ് നല്ല സന്തോഷകരമായ കാര്യമാണ്. എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്നോട് കാർത്തികമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ അവിടെ വേണ്ടതായിരുന്നു. ആ ഒരു പെർഫോമൻസ് കാണേണ്ട തന്നെയായിരുന്നു. കാരണം അവസാനം നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന കിരണിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. അവനെ 2 വർത്താനം കൂടെ പറഞ്ഞിട്ടാ ഞാൻ വരണേന്ന് പറയാം. ഈ സമയം ഭാനുമതി മുത്തശ്ശി ഒന്നിച്ചു, അല്ല എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അച്ഛനും മോനെന്ന് പറയാം. എങ്ങനെ സന്തോഷിക്കായിരിക്കും എൻ്റെ മുത്തശ്ശി, അതുപോലത്തെ കാര്യങ്ങളൊക്കെയല്ലേ നടന്നിരിക്കുന്നേ. എന്ത് കാര്യങ്ങള്? അതേ ഇനിയിപ്പൊ ഞാൻ ആരാന്നറിയാവോ? അതെ, കല്യാണി ഇരിക്കുന്ന പോലെ MD കസേരയിലേക്ക് ഞാൻ ഇരിക്കാൻ പോവാ. അതെ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ കാർത്തിക ലേലത്തിൽ പിടിച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ MD ആയിരിക്കും ഇനി ഞാൻ. ദേ മുത്തശ്ശി കാണും ഞാൻ കറങ്ങുന്ന കസാലിൽ ഇരിക്കുന്ന കാഴ്ചയൊക്കെ. ഇത് കേട്ടതും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമോന് നല്ല ഉയരത്തിൽ തന്നെ എത്തും എന്നുള്ള കാര്യം ജോത്സ്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് രാജയോഗം വന്ന് ഇപ്പോഴാടാ ശരിക്കും നിനക്ക് രാജയോഗം എത്തിയത്. ഈ സമയം പ്രകാശം പറഞ്ഞു, എന്താണല്ലോ ലേലത്തിൽ നിന്ന് വരേണ്ടതായിരുന്നു. ആ കിരണിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയല്ലോ. സാരമില്ല അച്ഛാ, അവനെ എവിടെയെങ്കിലും വെച്ച് കാണും. അച്ഛൻ അവന്റെ മുഖത്ത് നോക്കി 2 വർത്താനം പറയാന്ന് പറയാണ്. ഈ സമയം കാർത്തി അങ്ങോട്ട് കയറി വന്നു. കാർത്തി വന്നിട്ട് ചല്ല, എല്ലാരും ഇവിടെ നിൽക്കുവാണോ? കമ്പനിയിലേക്ക് പോകണ്ടേന്ന് ചോദിക്കാം. അത് ശരിയാണല്ലോ. അല്ല, ഇന്ന് കമ്പനിയിൽ പോകുന്ന എന്തിനാ മോളെന്ന് ചോദിക്കണം. അതോ ഇന്നൊരു നല്ല ദിവസം, ഞാൻ ജോൾസിനെ കണ്ട സമയമൊക്കെ കുറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെ, കമ്പനി പോണം, കമ്പനിയൊക്കെ ഒന്ന് കാണിക്കണ്ടേ, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണ്ടേ. അത് മാത്രമല്ല ഇനിയിപ്പോ പുതിയ MD ആയിട്ട് വിക്രത്തിനെ അവിടെ ഇരുത്താൻ പോവല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ഇന്നാണോ മോളെ എന്ന് ചോദിക്കണം. പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൂടാ, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയണം. അങ്ങനെ കാർത്തിക വിക്രത്തിനെ പ്രകാശനം കൂട്ടി കമ്പനിയിലേക്ക് ചെല്ലുവാണ്. കമ്പനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം. ഒരു MD കസാലിൽ ഇരുന്ന ആൾക്കാരെയൊക്കെ ഭരിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ഇനിയിപ്പം കല്യാണിയെ പോലെ തന്നെ ആയിരിക്കും താനും. അന്ന് പിന്നീട് ആ ക്യാബിനിൽ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ് MD ക്യാബിനിലേക്ക്. അവിടെ ചെന്നിട്ട് കാർത്തി പറഞ്ഞു, എങ്ങനെയുണ്ട് വിക്രം, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. വിക്രം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, അന്നാ കയറി ഇരുന്നോളാൻ പറയാണ്. ഇത് കേട്ടതും വിക്രം ഒരു നിമിഷം ഒന്ന് മിണ്ടാതെ നിന്നു. വിക്രത്തിന് പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. ഈ സമയം കാർത്തി പറഞ്ഞു, മടിക്കാതെ കയറി ഇരുന്നോ. ഇത്രയും കാലം കല്യാണി MD കസാലിൽ ഇരിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ അച്ഛന്, ഇപ്പൊ അത് മാറി കിട്ടിക്കോളും. ദേ വിക്രം ഇനിയൊരു MD കസാലിലേക്ക് കയറി ഇരിക്കാൻ പോവാ. ദേ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ആകാൻ പോവാ വിക്രമും. ഇപ്പം മോളെക്കാളും ഒരു പൈര് ഉയരത്തിലേക്ക് എത്താൻ പോവാ മോന്. ആ ഒരു ചിന്ത വേണമെന്ന് പറയാം. ഇത് കേട്ടും പ്രകാശൻ പറഞ്ഞു, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല മോളോട്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ലത്. ഒരു പക്ഷെ തകർന്നു പോയ നിമിഷങ്ങൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്താലോന്ന് പോലും. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെ അന്ന് ചെയ്തായിരുന്നെങ്കിൽ അതൊരു മണ്ടത്തരമായി പോയാനും. ഇതേ മോനെ നീ കയറി ഇരിക്കാൻ പറയാണ്. അങ്ങനെ വിക്രത്തിനെ ആ കസാര പിടിച്ചെടുത്തോണം. വിക്രം വലിയ ഗമയോട് കൂടി ഞെളിച്ചങ്ങോട് കസാര കയറി ഇരിക്കുവാണ്. ഇനി മുതൽ താരാരെന്ന് കാണിച്ചു കൊടുക്കും, തന്റെ പവർ എന്താന്ന് ആ കിരണിനും കല്യാണിക്കും ഒന്ന് കാണിച്ചു കൊടുക്കും. ഈ സമയം കാർത്തിക പറഞ്ഞു, നീ ഇരിക്കടാ ഇരിക്കുക, അതേ കാലം നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ പെൺപിള്ളേര് കയറി ഇരിക്കും. എന്റെ അനിയത്തി കല്യാണി ആയിരിക്കും ഇവിടെ MD ചെയറിൽ ഇരിക്കാൻ പോകുന്നത്. പക്ഷെ അതുവരെ നിനക്ക് ഇവിടെ ഇരിക്കാനുള്ള യോഗമുണ്ട്, നീ ഇരിക്കും. അവസാന നിമിഷത്തിലോ നീ അറിയാൻ പോവുള്ളൂ. അച്ഛനും മോനും സന്തോഷിക്കാവുന്നതിന് മാക്സിമം അങ്ങോട്ട് സന്തോഷിക്കുക. ഈ കാർത്തിക ആരാന്ന് അറിയുന്ന നിമിഷം നീ തകർന്ന് തരിപ്പണമായി പോകുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ് ഞാനെന്ന് പറയാ മനസ്സിൽ പറയുവാണ്. പ്രകാശൻ കാർത്തികയുടെ നേരെ കൈകൂപ്പിട്ട് പറഞ്ഞു, എന്നാലും എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല മോളെ. എന്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഞാനിത്. ഇവന് നല്ല കാലം വരുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മോള് വന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറയാം. ഈ സമയം കാർത്തിക് പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഒരു നല്ല കാര്യമല്ല നടന്നിരിക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് വിക്രത്തില്. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഈ കമ്പനി നോക്കി നടത്തുമെന്ന് അറിയാം.
അതല്ലേ ഞാൻ പറഞ്ഞേ, ഇത് ശമ്പളമൊന്നും വിക്രത്തിന് കൊടുക്കുന്നില്ല. കാരണം ഇതിന്റെ കിട്ടുന്ന ലാഭത്തിന്റെ പകുതി വിഹിതം അത് വിക്രത്തിനുള്ളതെന്ന് പറഞ്ഞ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അത് മതി, എനിക്ക് അത് മാത്രം മതി. ഞാൻ നല്ല രീതിയിൽ തന്നെ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകും. ആ കിരണിന്റെ കമ്പനിയെക്കാളും നല്ലൊരു കമ്പനിയായിട്ട് ഇതിനെ ഉയർത്തിയെടുത്തോണ്ട് വരുമെന്ന് പറയാം. കാർത്തിക പറഞ്ഞു, അങ്ങനെ വേണം. നമുക്കപ്പോൾ എപ്പോഴും ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് വിജയിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. പിന്നീട് പ്രകാശനും വിക്രം കമ്പനിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് കിരൺ താരയുടെ അടിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ചന്ദ്രസേനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അച്ഛാ, ആന്റിക്ക് ബോധം വല്ലതും വന്ന് ഓർമ്മ വല്ലതും തിരിച്ചു കിട്ടിയെന്ന് ചോദിക്കും. പറഞ്ഞല്ലോ, ബോധം വന്നെങ്കിലെങ്കിലും ഓർമ്മയും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പോഴും അതുപോലെ തന്നെയാ. ആ തലയ്ക്കകത്ത ബ്ലഡ് കോട്ടായതിന്റെ ഒരു പ്രശ്നമാണെന്ന് പറയും. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. വല്ലാത്തൊരു അവസ്ഥയല്ല. ഇനിയിപ്പോ നമ്മൾ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെ ഡോക്ടർമാർ ബെറ്റർ ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണത്. ഇനിയിപ്പം ഒരുപക്ഷെ ചിലപ്പോൾ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിരിക്കുമെന്നാണ് പറയുന്നത്. ഉറപ്പൊന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലെന്ന് പറയാം. എന്നാലും ഓർമ്മ കിട്ടുമായിരുന്നു, അറിയായിരുന്നു ആരാണ് ആന്റിനെ ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആന്റിക്ക് ഓർമ്മ കിട്ടാത്തത്തോളം കാലം നമുക്ക് അതറിയാൻ സാധിക്കില്ല. കംപ്ലൈന്റ് കൊടുത്താലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിവരം കിട്ടിയിട്ടില്ലോ എന്ന് പറയാം. സാരമില്ല, എപ്പോഴെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ദൈവമായിട്ടൊരു വഴി തുറന്നു തരും എന്ന് പറഞ്ഞ് ചന്ദ്രസേനൻ കിരണിനെ ആശ്വസിപ്പിക്കാം. പിന്നെ ഇവിടെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ വേണം മാറാൻ. ഒരു കാര്യം ചെയ്യാം, നീ പോയി താരയ്ക്കുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വാ കിരണ എന്ന് പറയണം. അപ്പൊ ഇത് കേട്ടതും കിരൺ എന്ത് ചെയ്യാ, എന്നാ ശരി അച്ഛാന്ന് പറഞ്ഞോണ്ട് കിരൺ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവാം. കല്യാണി ഉണ്ടായിരുന്നെങ്കിൽ തനിക്കൊരു താങ്ങും തണലുമായിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളും താൻ അറിയേണ്ട കാര്യമില്ലായിരുന്നു. കല്യാണി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയാനും. അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടേക്ക് പ്രകാശം വന്നത്. പ്രകാശം കിരണിനെ കണ്ടത് ഇങ്ങനെയൊന്ന് നോക്കി. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, അല്ലെ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നടാ. എന്താളും തേടി വള്ളി കാലി ചുറ്റിന്ന് പറഞ്ഞൊരു അവസ്ഥയാ. എന്തിയേ, നിന്റെ ഭാര്യ എന്തിയെ, ഡൽഹിക്ക് പോയിട്ട് വന്നില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടും കിരണൊന്നും മിണ്ടിയില്ല. ഓ, ഇനിയിപ്പോൾ അവള് വരുവാടാ. അവള് പോയിട്ട് അവൾ ഇനിയിപ്പോൾ ആരുടെയും കൂടെ ചുറ്റിയടിച്ച് ആ കൂടെ അങ്ങ് പോയെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അടിമുടി പെരുത്ത് കയറി കിരൺ അങ്ങോട്ട് ചെന്നിട്ട് പ്രകാശന്റെ കോളറിന് അങ്ങോട്ട് കുത്തി പിടിക്കുക. ഇതുകൊണ്ട് പ്രകാശം പെട്ടെന്ന് കൈ എടുക്കടാന്ന് പറയണം. കൈയും കൂടെ മാറ്റി, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ, മുമ്പ് നീ കോളറിനൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഞാൻ നിന്ന് തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആ പഴയ പ്രകാശനല്ല, അറിയാലോ. എന്റെ ദേഹത്തെങ്ങാനും കൈവച്ചാണ്ടല്ലോ എന്നറിയണ്ട. കിരമ്പൻ താൻ എന്ത് ചെയ്യൂടോന്ന് ചോദിക്കുക. അതാ കാർത്തികയുടെ ബലത്തിലാണ് എന്റെ അഹങ്കാരം എന്ന് എനിക്കറിയാം. അതേ കാലം താനവിടെ വാഴില്ല. ഈ കിരണ പറയുന്നേ. കാർത്തിക നിനക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അവൾക്ക് അതിന്റെ പിന്നെ വ്യക്തമായിട്ട് ലക്ഷ്യം കാണും. അച്ഛനും മോനും നന്നായിട്ട് സന്തോഷിച്ചിരുന്നോളാൻ പറയാണ്. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, എനിക്കറിയാടാ നിന്റെ മനസ്സിലെ ചുരുക്കം എന്താന്ന്. നീ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരിമാമൻ കാക്ക ഒത്തിപ്പോയെന്ന് പറഞ്ഞ അവസ്ഥയല്ലേ. ആ കൺസ്ട്രക്ഷൻ കമ്പനി ചുടുവിൽ അങ്ങോട്ട് പിടിച്ചെടുക്കാന്ന് ഓർത്തിരുന്നല്ലേ, കിട്ടിയില്ലല്ലേ. എടാ, ഇപ്പൊ ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ആരാന്നറിയാവോ? എന്റെ മകൻ വിക്രവാ. നീ കമ്പനിയിലേക്ക് വരണം. നിന്റെ ഭാര്യ ഇരിക്കുന്നേക്കാൾ നല്ലൊരു MD ചെയറില്ല എന്റെ മോൻ വിക്രം ഇരിക്കുന്നേ. ആ കാഴ്ച നീ ഒന്ന് കാണണ്ട. അധികം വൈകാതെ തന്നെ കണ്ടു. നിന്നേക്കാളും വലിയൊരു കമ്പനിയായിട്ട് ആ കമ്പനീനെ ഞങ്ങൾ ഉയർത്തിയെടുത്തോണ്ട് വരും. പിന്നെ നീ തകർന്ന് തരിപ്പണോ ആയടാ മോനെ. അധികം വൈകാതെ ആ കാഴ്ച കാണാം. നീയൊക്കെ തെണ്ടി തിരിഞ്ഞ അവസാനം ഞങ്ങളുടെ കാലിച്ചൂട്ടിലേക്ക് വരുന്നേ. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, ആത്മവിശ്വാസം നല്ലതാ. എന്താണെങ്കിലും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ. എവിടം വരെ എത്തും നമുക്ക് കണ്ടറിയാന്ന് പറയാം. ഈ സമയം പ്രകാശം പറഞ്ഞു, എടാ, നല്ല വിശ്വാസത്തോട് തന്നെ മുന്നോട്ട് പോന്നേ. എന്താണെങ്കിലും നിന്നെ പോലെയുള്ള ഒരുത്തിന് നല്ല പണി തന്നെ ഞാൻ തരാൻ പോന്നേ. കണ്ടു, എന്തൊക്കെയായിരുന്നു നിന്റെ അഹങ്കാരം. നിന്റെ ഭാര്യയുടെ അഹങ്കാരം ചെറിയ രീതിയിലൊന്നും അല്ലായിരുന്നു. ഇനിയിപ്പൊ കണ്ടോ, ഞാനും എന്റെ മോനും ഒക്കെ ജീവിക്കാൻ പോകുന്നത് എങ്ങനെയാന്നുള്ളേ. അവസാനം നീ തകർന്ന് തരിപ്പണായി കഴിയുമ്പോ നീ വരൂടാന്ന് പറയണം. കിരൺ പറഞ്ഞു, ശരി ആയിക്കോട്ടെ. ആരാരുടെ കാൽച്ചുട്ടിലേക്കാ വരുന്നത് നമുക്ക് കണ്ടറിയാന്ന് പറഞ്ഞിട്ട് കിരണ് സാധനം മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം പ്രകാശം പറയാം, ഇവനിട്ട് ഇനിയും പണി കൊടുക്കാനുണ്ട്, ഒന്നും ആയിട്ടില്ല. ഇനിയാണ് ശരിക്കും പറഞ്ഞ പ്രകാശം പണി തുടങ്ങാൻ പോകുന്നത്. ഇത്രയും കാലത്തെ പോലെയല്ല. ഇപ്പൊ എനിക്ക് നിന്നെ പ്രതിരോധിക്കാനായിട്ട് പണവും പ്രതാപവും ഒക്കെ ഉണ്ടടാ. അതുകൊണ്ട് ഈ പ്രകാശിന്റെ അടുത്ത് ഇനിയിപ്പൊ നിന്റെ നമ്പറുകളൊന്നും ഒരടവുകളും എടുക്കാൻ പോകുന്നില്ലെന്ന് പ്രകാശം പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.